ബൽറാം, നിലവിൽ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? നിലവിലെ സാഹചര്യങ്ങളോട് ബൽറാം. ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ഉറിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. നമുക്ക് സന്തോഷകരമായ ചില കാഴ്ചകൾ കാണാൻ കഴിയുന്നത് ആളുകൾ മടങ്ങിയെത്തുന്നു ഉറിയിലേക്ക് എന്നുള്ളതാണ്. ഉന്മേഷ്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ തന്നെ പാകിസ്ഥാൻ ആദ്യ ഷെല്ലാക്രമണം നടത്തിയ പ്രദേശമാണ് ഉറി. കൂടാതെ നിരവധി ഷെല്ലാക്രമണങ്ങൾ നടത്തി ഈ മേഖലയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉറിയിലെ പരംപീല എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ മാത്രം ഏതാണ്ട് 100-ലേറെ ഷെല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ. ഇപ്പോൾ ഈ ഷെല്ലാക്രമണം ഭയന്ന് ഇവിടെ നിന്നും പോയ ആളുകൾ പലരും വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന ആശ്വാസകരമായ കാഴ്ചയും ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ ഒരു വീടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉന്മേഷ്, നമുക്ക് കാണാം ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അന്ന് പുലർച്ചെ 7 മണിയോടെയാണ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ. 1 അല്ല 3 ഷെല്ലുകളോളമാണ് ഈ വീട്ടിൽ വീണത്. ഇതൊരു പരമ്പരാഗത കശ്മീരി രീതിയിൽ നിർമ്മിച്ച ഒരു വീടാണ്. മരം കൊണ്ട് നിർമ്മിച്ച നിർമ്മിതികളാണ്. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ വീടിന് തീ പിടിക്കാതിരുന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. കാരണം അന്ന് ശക്തമായ മഴ തലേന്നും അന്നും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ വീടിന് തീ പിടിക്കാതിരുന്നത്. വീടിൻ്റെ പ്രധാന ഭാഗങ്ങൾ, മരം കൊണ്ട് നിർമ്മിച്ച പ്രധാന ഭാഗങ്ങളെല്ലാം തകർന്ന് ആ മരം ചീളുകളായി തെറിച്ചു കിടക്കുകയാണ് ഈ പ്രദേശത്താകമാനം. നമുക്ക് കാണാം ഉന്മേഷ്, ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം വായുമാർഗം ദൂരമുണ്ട് ഈ ഒരു വീട്ടിലേക്ക്. മനോഹരമായ ഒരു പ്രദേശമാണ്. ഒരു കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ വീട്. ഇവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായി തന്നെ പാകിസ്ഥാൻ്റെ അതിർത്തി നമുക്ക് കാണാൻ കഴിയും. ആ 2 മലകൾക്കിടയിൽ മഞ്ഞ് ചെറുതായി കാണുന്ന ആ മലനിര, അത് പാകിസ്ഥാൻ അതിർത്തിയാണ്. അവിടെയാണ് പാകിസ്ഥാൻ്റെ പോസ്റ്റ് ഉള്ളത്. ആ പോസ്റ്റിൽ നിന്നാണ് ഈ വീടിലേക്ക്, അല്ലെങ്കിൽ ഈ വീടുകൾ നിൽക്കുന്ന ഈ ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അത് തകർന്നു പോയിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് വീട്ടുടമസ്ഥൻ തന്നെ നമ്മളോട് പ്രതികരിക്കും. കബുവായി ये 10 तारीख की सुबह 5 बजे सेलिंग हुई है हमारे मकान पर। कोई था उसी टाइम इधर? ना बच्चे पहले दिन यहाँ से निकले थे। पहले दिन भी गोले पड़े थे, थोड़े ऊंचाई में पड़े थे और यहाँ सेप्लेटर आकर हमारे मकान पर गिरे थे। और 9 तारीख की सुबह 7 बजे बच्चे निकाले थे। 5 तारीख को 10 तारीख को ठीक 5 बजे पाकिस्तान से गोले आए और सीधे 2 थे या 3 थे, ये सीधे हमारे मकान के पूरे के ऊपर बच गए। जो 2 स्टोरियाँ बिल्कुल ख़त्म हो चुकी हैं, आप भी सामने देख रहे हैं। हमारा बाल बच्चा इस वक्त दर पदर है, हम क्या करें? यूज नहीं कर सकता जी, वापस अभी आए तो घर यूज नहीं कर सकता? नहीं कर सकते। देख लो आप सामने देख रहे हो, इधर मुर्गा भी नहीं रख सकते। इस वक्त है कुछ रहने की जगह? सब इस वक्त बाल बच्चा दर बदर है, क्या करें? कोई हम गवर्नमेंट से इस्तदा करते हैं कि हमारी मदद करें ताकि हम दोबारा यहाँ कुछ आपने रहने सहने का कुछ बना सकें। हम चाहते हैं कि हमारे ऊपर सब अफसरान बाला, हमारे हिंदुस्तान के वज़ीर आज़म, सब तक ये बात पहुंचनी चाहिए कि हमारे ऊपर कितना जुल्म है इस वक्त। हमारी कोई मदद की जाए, भरपूर मदद की जाए ताकि हमारा फिर कुछ गुजारा हो सके। अभी सब किराए पे रह रहे? सब किराए पर रह रहे हैं इस वक्त। बच्चे दर पदार हो गए, बांट दिए घरों में। किराए पर एक कमरे में मत गुजारा हो सकता है 10-12 बच्चों की फैमिली का। क्या हो सकता है हमारा, क्या करें? हमारे गांव में आज तक स्टोर तक नहीं है कि हम स्टोर के ज़रिए राशन हासिल करें। 10-10 किलोमीटर स्टोर दूर हैं, हमें सख्त प्रॉब्लम बनी हुई है। ഉന്മേഷ്, ഈ വീട്ടിൽ 12ഓളം പേരുണ്ട്. അവർ ജീവൻ രക്ഷിക്കാനായി ബാരമുള്ളയിൽ ഒരു വാടക വീടെടുത്ത് അവിടെ മാറി മണിക്കൂറുകൾ പിന്നീട് മുമ്പാണ് ഈ വീട്ടിൽ ആക്രമണം നടന്നത്. ഭയ്യ, ഇധർ കൈ घरों में ऐसा अटैक हुई है, सबसे ज्यादा अटैक ये गांव में हुआ? सबसे ज़्यादा इसी मकान पर हुआ है। सर, आपको बताते चलें कि जिस तरह आपने ये बॉर्डर के एरिया हवा में यहाँ से 2 किलोमीटर है और इस मकान के ऊपर आके 3 गोले पड़े हैं। ये मकान 3 मंजिल है और इस मकान का जो मालिक है वो देश की सेवा में था और ऑन ड्यूटी था। उसके बच्चे रात को यहाँ से निकाले हुए थे। शुक्र है इस घर में नहीं थे, वरना वो खुद भी एक देश की सेवा कर रहा था। नसीर अहमद अवान और परमपीला और बलाक भी परमपीला पड़ता है और हवा में जो बॉर्डर है ये 2 किलोमीटर पे है। और इसके घर पे जब 3 आके गोले पड़े और इसको जब इसकी फैमिली इसके साथ दूसरे घर पे भी थी,
दूसरे घर में थी। जो टारगेट उन्होंने यहाँ पे इसके घर के ऊपर किया था, मुझे लगता है कि इसकी फैमिली के जो बच्चे थे वो सब के सब ख़त्म हो गए थे। अगर घर से बाहर नहीं निकल रहे थे, बड़ी मुश्किल से इनकी फैमिली बच चुकी। जो गाय वाय थी वो सब ख़त्म हो चुका। इनके पास गाय बकरी चकरी वो सब खत्म है। 3 मंजिल घर को डैमेज कर, जितना भी इसके अंदर नुकसान था पूरा डैमेज कर दिया। और इसके बगैर आपने देखा जो परमपीला एक और महबूब साहब का जो घर था वो भी पुलिस में ही था, और उसका भी घर आपने देखा, उनके घर में एक सन्नाटा था, उनके बच्चे रो रहे थे, उसकी बीवी रो रही थी। जब मुझे अपने पति की टेंशन थी, वो इस वक्त जंग के मैदान में है, और दूसरा मैं घर से बेघर हो गई। तीसरा इसके साथ आपने द्वारा में एक घर देखा, और उसका नाम है जमील खान साहब, और हल्का द्वारा उनका घर भी, वो भी इस वक्त जंग के मैदान में था और सेना में था, उसका मकान भी इसी तरह डैमेज होगा। मैं मोदी साहब से ये कहना चाहता हूँ, जिस तरह बॉर्डर के घर डैमेज हो चुके, इनको एक तो मदद मिलेगी मगर सेंटर हुकूमत से भी मदद मिलनी चाहिए, जिनकी इनको भरपाई हो और इनका एक अच्छी तरीके फिर से अपने फैमिली घर में बसा सकें। ഉന്മേഷ്, ഈ വീട്ടിൽ അദ്ദേഹം നമ്മളോട് ആദ്യം സംസാരിച്ച അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, SI റാങ്കിൽ വിരമിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നിലവിൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. അത്തരത്തിലൊരു സൈനികൻ്റെ വീട്ടിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ഈ വീട്ടിലുണ്ടായിരുന്ന വളർത്തുമൃഗങ്ങൾ, പശുക്കൾ, ആടുകൾ എന്നിവയെല്ലാം തന്നെ ഈ ആക്രമണത്തിൽ ചത്തുപോയി. വലിയ നഷ്ടം തന്നെയാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഈ വീട്ടിൽ ഉണ്ട്. 3 കുടുംബങ്ങളാണ് ഈ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോൾ വാടക വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇന്ന് ആശങ്കയകന്ന് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നവർക്ക് ഞെട്ടിപ്പിക്കുന്ന കരൾ അലിയിക്കുന്ന കാഴ്ചകളാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. ഇടപെട്ട ഒരു കാര്യം ചോദിക്കട്ടെ ബൽറാം, ഇപ്പോൾ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർക്കാർ സഹായം ഈ വീടുകളൊക്കെ നശിച്ചവർക്ക് അത് ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ഈ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ ആ സഹായം ചില ആളുകൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഭൂരിഭാഗവും അതിർത്തിയോട് ചേർന്ന മേഖലയിൽ ഏറ്റവും രൂക്ഷമായ ആക്രമണം നേരിട്ട ഈ മേഖലയിലൊന്നും തന്നെ ഇതുവരെയും പ്രാദേശിക ഭരണകൂടം അത്തരത്തിൽ സർവേ അടക്കമുള്ള സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടത്താനുള്ള സർവേ ഒന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ്. നമ്മൾ ഈ പരമ്പീല ഗ്രാമത്തിലെ നിരവധി വീടുകളിൽ ഇതിനകം തന്നെ പോയിരുന്നു, കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. ഇതുവരെയും അധികൃതർ ഇവിടെ എത്തിയിട്ടില്ല. ഈ ഇത്തരത്തിൽ ഗുരുതരമായ കേടുപാടുകൾ വീടുകൾക്ക് സംഭവിച്ചവർക്ക് 10 ലക്ഷവും ഉപയോഗിക്കാൻ കഴിയാവുന്ന, റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാവുന്ന വീടുകൾക്ക് 5 ലക്ഷം വീതവും നഷ്ടപരിഹാരം നൽകുന്നുണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രാദേശിക ഭരണകൂടവുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച, വീട് പാടെ തകർന്നുപോയ നിരവധി വീടുകളുള്ള ഈ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ ഉറിയിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള വീടുകളിൽ ഇതുവരെയും സഹായ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ല. മറ്റു മേഖലകളിൽ ചിലയിടത്ത് ആരംഭിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതാകട്ടെ ഏറ്റവും കൂടുതൽ ആക്രമണം ഈ ഒരു പരമ്പീല ഗ്രാമത്തിൽ മാത്രം 100-ലേറെ ഷെല്ലുകളാണ് വീണിരിക്കുന്നത്. ഇവിടെ കേടുപാടുകളില്ലാത്ത ഒരു വീട് പോലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഉന്മേഷ്, അതിൽ ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം എന്നുള്ളത് ഈ മേഖലയിൽ, കശ്മീർ മേഖലയിൽ കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വീടുകളുടെ എല്ലാത്തിൻ്റെയും മേൽക്കൂര പണിയുന്നത് ടിൻ ഷീറ്റുകളോ ഇരുമ്പ് ഷീറ്റുകളോ ഉപയോഗിച്ചാണ്. മഞ്ഞ് ഒഴുകി നീങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിർമ്മിക്കുന്നത്. ഒപ്പം തന്നെ തണുപ്പിലും ചൂടിലും താപനില ക്രമീകരിക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ ടിൻ ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. ഈ ടിൻ ഷീറ്റുകളിലേക്ക് തുളഞ്ഞു കയറിയിരിക്കുകയാണ് ഷെല്ലിൻ്റെ ചീളുകൾ എന്നതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമാവുകയും മഴ പെയ്യുമ്പോൾ അതിലൂടെ ചോർച്ച ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ഈ മേഖലയിലെല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ. ഉന്മേഷ്, ശരി. ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് ഉറിയോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടുത്തെ ജനങ്ങളുടെ വേദന, അത് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടതിലാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു.